ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയുടെ പാർട്ട് 3 ആണ്. ഓക്കെ, നമ്മൾ 2 പാർട്ടുകൾ തിയറി ആൻഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് എടുക്കുന്നത് പാർട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് റേഡിയോ ആക്ടിവിറ്റിയാണ്. ഓക്കെ, വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? ദ പ്രോപ്പർട്ടി ഓഫ് certain atoms by virtue of which they emit energy and subatomic particle സ്പോണ്ടേനിയസ്ലി ഈസ് നോൺ ആസ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി എന്നറിയാം അല്ലേ? അതെന്തായിരിക്കും? ദേ എമിറ്റ് എനർജി സബ് അറ്റോമിക് പാർട്ടിക്കിൾ സ്പോണ്ടേനിയസ്ലി. ഓക്കെ, അങ്ങനെയുള്ള ആ പ്രോസസ്സിനാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ ആറ്റംസ് ദാറ്റ് ഷോ റേഡിയോ ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ്. ഓക്കെ, അങ്ങനെ ചില ആറ്റംസ് മാത്രമാണ് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ, ആൻ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ നോൺ ആസ് പ്രോട്ടിയം ഈസ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്, ദാറ്റ് ഈസ് 1H3. ഐസോട്ടോപ്പ്, ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രോട്ടിയമാണ് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത്. റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്കറൽ. ഓക്കെ, ഡ്യൂറിങ് റേഡിയോ ആക്റ്റീവ് എമിഷൻ ആറ്റം റിലീസ് 3 kinds ഓഫ് റേഡിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് ഗാമ റേസ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് എമിഷൻ നടക്കുമ്പോൾ 3 types ഓഫ് റേഡിയേഷൻസ് ഉണ്ട്: ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് ഗാമ റേസ്. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡബ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റംസ് ആൻഡ് ഹെൻസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഹെവിയർ ഇൻ നേച്ചർ. ഈ പാർട്ടിക്കിളിൽ ഏറ്റവും ഹെവിയർ ആയിട്ടുള്ള ആൽഫയാണ്. ദാറ്റ് ഈസ് ഈക്വലൻ ടു ഡബിൾ അയണൈസ്ഡ് ഹീലിയം ആറ്റംസ്. അതിന് ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ബീറ്റ പാർട്ടിക്കിൾ എന്താണ്? ബീറ്റ പാർട്ടിക്കിൾസ് ആർ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതിന് നെഗറ്റീവ് ചാർജാണ്. ഗാമ റേസ് ആർ സിംപ്ലി ഫോട്ടോൺസ് ആൻഡ് ഹെൻസ് ന്യൂട്രൽ ഇൻ നേച്ചർ. അപ്പോൾ ബീറ്റ പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജാണ്, ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്, ഗാമയ്ക്ക് നോ ചാർജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ്. എന്താണ്? ദാറ്റ് ഈസ് വെൻ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അണ്ടർഗോസ് ആൽഫ, ബീറ്റ ഓർ ഗാമ ഡീകെ, ദ നമ്പർ ഓഫ് ന്യൂക്ലിയ അണ്ടർഗോയിങ് ദ ഡീകെ പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ ഇൻ ദ സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ന്യൂക്ലിയസിൻ്റെ സാമ്പിളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ n ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ undergo when a radioactive material undergo alpha, beta or gamma decay, the number of nuclei undergoing the decay per unit time, അതായത് undergoing the nuclei per unit time is, that is delta n by t is proportional to n ആയിരിക്കുന്നു. Delta n is the number of nuclei that undergo decay in time delta t, then delta n by delta t is proportional to n. ഓക്കെ, ഇനി നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറുമ്പോൾ എന്തോ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് ആൽഫ. ദാറ്റ് കോൺസ്റ്റൻറ്റ് ആൽഫ ഈസ് ദ റേഡിയോ ആക്റ്റീവ് ഡീകെ കോൺസ്റ്റൻറ്റ് ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ പറയുന്നത് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ, വേർ ഡെൽറ്റ എൻ ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയ ദാറ്റ് അണ്ടർഗോ ഡീകെ ഇൻ ടൈം ഡെൽറ്റ ടി ആൻഡ് എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ. ഇനി നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പറഞ്ഞു, ആൽഫ, ദാറ്റ് ഈസ് റേഡിയോ ആക്റ്റീവ് ഡീകെ കോൺസ്റ്റൻറ്റ് ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ന്യൂക്ലിയ ഇൻ ദ സാമ്പിൾ ഡി എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൻ ഇൻ ടൈം ഡെൽറ്റ ടി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻ ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡെൽറ്റ എന്നിനെ നമുക്ക് ഡി എൻ എന്നാക്കാം. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ബിക്കം എന്താണ്? ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ആൽഫ മൈനസ് ദിസ് ലാംഡ ഇൻറ്റു എൻ. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ആൽഫ ഡി ടി. ഇതിനൊന്ന് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമ്മൾ 2 സൈഡും ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് n to n0 to n. ഓക്കെ, ദെൻ ഓൾസോ ടൈം t0 to t.
ദെൻ ദ ഇക്വേഷൻ ബിക്കം നമ്മൾ ഈ രണ്ട് ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് എബോവ് ഇക്വേഷൻ ദെൻ ദ ഇക്വേഷൻ ബിക്കം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. വേർ N0 ഇസ് നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഇൻ ദ സാമ്പിൾ അറ്റ് സം ആർബിട്രറി ടൈം. നമ്മളൊരു ടൈം T0 എടുത്താൽ ആ ടൈമിലുള്ള നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയാണ് N0. N എന്ന് വെച്ചാൽ നമുക്കറിയാം. സെറ്റ് T0 = 0 ആൻഡ് റീഅറേഞ്ച് ദി എബോവ് ഇക്വേഷൻ. ഇവിടെ T0 = 0 എന്നാക്കി. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ ലാംഡ ടി എന്ന് വരും, മൈനസ് ലാംഡ ടി എന്ന് വരും. ഇവിടെ ln എന്ത് വരും? ആ ഇക്വേഷനെ അറേഞ്ച് ചെയ്യുമ്പോൾ ln/n/n0 എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ ടി വരും. ഓർ എന്ത് വരും? നമ്മൾ അതിനെ ആൻറ്റിലോഗ് എടുത്ത്. ഓക്കെ.